ഹലോ, നമസ്കാരം. കഴിഞ്ഞൊരു ദിവസം ഈ ലിപ്പ് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നതും പ്രായാധിക്യം അറിയാതിരിക്കാനായിട്ട് അതിനെ മറയ്ക്കാനായിട്ട് ഡൈ ഉപയോഗിക്കുന്നതും അധികരിച്ച് അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ചില വീഡിയോകൾ ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്ക് ഉണ്ടായ പ്രതികരണങ്ങൾ വളരെ വലുതാണ്. ഏറ്റവും റെക്കോർഡ് ഷെയറുകളും ഒക്കെ ഉണ്ടായി. പക്ഷേ അതിൽ വന്ന ഭൂരിഭാഗം കമൻറ്റുകളും എതിരഭിപ്രായമുള്ളതായിരുന്നു. വെച്ചാൽ ഈ വീഡിയോ അവതാരകൻ്റെ തലയിൽ മുടിയില്ല, അവൻ ബ്യൂട്ടി കോൺഷ്യസ് അല്ല, അപ്പോൾ അതുകൊണ്ട് അവനിതൊക്കെ പറയാം, നമുക്കിതൊന്നും ബാധകമല്ല എന്നുള്ളതായിരുന്നു ഒട്ടുമിക്ക പ്രതികരണങ്ങളും. അതിൽ പലരും അവരുടെ വീട്ടുഭാഷയും അവരുടെ നാട്ടുഭാഷയും ഒക്കെ ആ ലേഖനങ്ങളിൽ ഉൾക്കൊള്ളിക്കാൻ ബോധപൂർവം തന്നെ ശ്രമിച്ചിരുന്നു. ഏവർക്കും നന്ദി, പ്രതികരിച്ചവർക്കും അവ ഉൾക്കൊണ്ടവർക്കും അവ പങ്കിട്ടവർക്കും അവയിൽ അഭിപ്രായം രേഖപ്പെടുത്തിയവർക്കും ഒക്കെ ആദ്യമേ നന്ദി പറയട്ടെ. ഇന്ന് വരുന്ന മറ്റൊരു വാർത്ത ഏവരും ശ്രദ്ധയപ്പെട്ട് കാണും. കാര്യം ഫേസ് ക്രീമുകൾ കഴിഞ്ഞ ഒരു ദിവസം ഒരു ഹോട്ടലിൽ വെച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഒരു വ്യക്തി എന്നോട് പങ്കിട്ടത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെല്ലാം ഇപ്പോൾ തട്ടിപ്പാണ്. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? എനിക്ക് പണ്ടൊരു ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് ഇതുപോലെ വാങ്ങിയിട്ട് അത് ശുദ്ധ തട്ടിപ്പായിരുന്നു. അതൊരു 10 വർഷം മുമ്പ്. അന്ന് ഞാൻ ഈ ഓൺലൈൻ ഇടപാടുകളൊക്കെ നിർത്തിയതാണ്. നമ്മൾ വളരെ കരുതലുണ്ടാകേണ്ട കാലമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മകള് ഒരു 1500 രൂപയിലധികം വിലയുള്ള ഒരു ഫേസ് ക്രീം ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്തിട്ട് അവർ ആ ക്രീം അയച്ചു കൊടുക്കാൻ തയ്യാറല്ല. അതിന് വലിയ ഡിമാൻഡാണ്. അത്ര ഉപയോഗമുള്ളതാണ്, ഫലപ്രദമാണ്, പലരും അനുഭവിച്ചറിഞ്ഞ് ബോധ്യം വന്നതാണ്. അതിന് പകരം അവർ വേറെ ക്രീം കൊടുക്കാമെന്ന് പറയുന്നു. അവിടെ ഉപഭോക്തൃ കോടതിയിൽ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പൈസ റീഫണ്ട് ചെയ്യാൻ തയ്യാറായി എന്നാണ് പുള്ളി പറഞ്ഞതിൻ്റെ ചുരുക്കം. പക്ഷേ ഈ പറഞ്ഞ ക്രീം നിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. ഈ ക്രീം പതിവായിട്ട് ഉപയോഗിച്ച പലർക്കും കിഡ്നി രോഗങ്ങൾ വന്ന് മരണശയ്യയിലാണ്. ഇത് പല തലങ്ങളിൽ നിന്ന് പ്രതികരിച്ച് തുടങ്ങിയപ്പോൾ, ജനം തിരിച്ചറിഞ്ഞ് പ്രതികരിച്ച് തുടങ്ങിയപ്പോൾ വളരെ വൈകിപ്പോയി. എന്തായാലും നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഈ കാര്യത്തിൽ കർശനമായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇതിൽ പലതും അന്യരാജ്യത്തിൽ നിന്ന് കള്ളക്കടത്തായിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി വിതരണം ചെയ്തതാണെന്നും വാർത്തകളിൽ വരുന്നു. അനുവദനീയമായ പരിധിയുടെ 10 മടങ്ങ് പോയിട്ട് 100 മടങ്ങിലധികം ലെഡും കാഡ്മിയവും സിങ്കും ഒക്കെ മേമ്പൊടിയായി ചേർത്തിട്ടുള്ള ക്രീമുകളാണിത്. ഈ വെളുത്തവരെ കാണുമ്പോൾ, വിയർപ്പില്ലാത്തവരെ കാണുമ്പോൾ വല്ലാതെ ആരാധന തോന്നുന്ന ഒരാൾക്കൂട്ടമാണ് നമ്മളെല്ലാവരും. കാര്യം നമ്മളെ കീഴ്പ്പെടുത്തി അടിച്ചമർത്തി ഭരിച്ച ഈ വെള്ളക്കാരെല്ലാം തന്നെ വെളുത്തവരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ അധിനിവേശം നമുക്കെല്ലാവർക്കും വളരെ ആഗ്രഹമുള്ളൊരു സംഭവമായതുകൊണ്ട് അധിനിവേശത്തിൻ്റെ ആദ്യ ആവശ്യകത വെളുപ്പാണ് എന്ന് നമ്മൾ ഇങ്ങനെ മനസ്സിൽ ഡെപ്പിക്റ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു അന്ധവിശ്വാസമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ കർഡി വൈറ്റ് കളറുള്ളവർ മിൽക്കി വൈറ്റ് ആവാനും, മിൽക്കി വൈറ്റ് ആയിട്ടുള്ളവർ പേപ്പർ വൈറ്റ് ആവാനും ഒക്കെ വാരി പൂശുന്ന ഈ പല ലേപനങ്ങളും വളരെ വിഷവീര്യമുള്ളതാണ് എന്ന് ബോധ്യം വരുത്താൻ വേണ്ടിയാണ്. നമുക്ക് ഒരു ധാരണയുണ്ട്, ഈ നമ്മുടെ സിരകൾ വഴി കുത്തിവെക്കുന്നതോ വാവഴി വിഴുങ്ങുന്നതോ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ നമ്മളെ വളരെ ബാധിക്കത്തുള്ളൂ. ഈ സ്പ്രേ രൂപത്തിൽ, എയറോസോൾ രൂപത്തിൽ അടിച്ചു വിടുന്നതും ദേഹത്ത് വാരി പൂശുന്നതും ഒന്നും നമ്മളെ വലുതായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നാണ് നമ്മുടെ ഒരു ധാരണ. ഈ ധാരണയ്ക്ക് ഒരു തിരുത്തും കൂടെ ആവശ്യമുള്ളതാണ് ഈ വാർത്തകളിലെ പിന്നിലൂടെ വ്യക്തമാകുന്ന യാഥാർത്ഥ്യം. ഏവരും ശ്രദ്ധിച്ചാൽ ഈ അസുഖം വഴി കുടുംബം വഴിയാധാരമാകാതെയും സുഖകരമായി ഈ ഭൗമജീവിതത്തിൽ നിന്ന് മടങ്ങിപ്പോകാനും കഴിയും. ആരോഗ്യം അത് ശരീരത്തിലെ സൗന്ദര്യത്തിലല്ല ഇരിക്കുന്നത്, അത് നമ്മുടെ മനസ്സിലും നമ്മുടെ ദൈനംദിന
ക്രിയാത്മകമായ ജീവിതത്തിലുമാണ് എന്നുള്ള ഒരു ബോധ്യം കൂടി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.